ക്ലാസ് മുറിയിൽ സീറ്റ് മാറിയിരുന്നതിന് 9ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു. കൊല്ലം പുത്തൂർ പവിത്രേശ്വരം സ്കൂളിലെ അധ്യാപകനായ പ്രമോദ് ജി കൃഷ്ണയ്ക്കെതിരെ പുത്തൂർ പോലീസ് കേസെടുത്തു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. 9ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കാനെത്തിയ പ്രമോദ് ജി കൃഷ്ണൻ എന്ന അധ്യാപകൻ ക്ലാസ് മുറിയിലിരുന്ന് പരീക്ഷാ പേപ്പർ നോക്കുന്ന സമയം ഇരിപ്പിടം മാറിയിരുന്ന വിദ്യാർത്ഥിയെ ആദ്യം ടെസ്റ്റർ കൊണ്ടെറിഞ്ഞു. പിന്നീട് മുഖത്ത് ഇടിക്കുകയും ചെയ്തു. തുടർന്ന് അധ്യാപകൻ വിദ്യാർത്ഥിയെ പിടിച്ചു തള്ളി. ഭിത്തിയിൽ ചെന്ന് തലയിടിച്ച വിദ്യാർത്ഥിയെ ഭിത്തിയിൽ ചാരി നിർത്തി കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു. ഞാൻ മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലായിരുന്നു സംഭവം നടന്നത്. അപ്പോൾ ഒരു 1:30 തൊട്ട് 2:15 വരെയുള്ള ഒരു സമയത്ത് സാറ് ക്ലാസ്സിൽ കയറി വന്നു, പഠിപ്പിച്ചു. ഒരു 20 മിനിറ്റ് പഠിപ്പിച്ചിട്ട് പേപ്പർ നോക്കാനായിട്ട് സാറിൻ്റെ സീറ്റിൽ പോയിരുന്നു. അപ്പം പിള്ളേരെല്ലാം സ്ഥലം മാറിയിരിക്കുമായിരുന്നു. ഞാൻ ബാക്ക് ബെഞ്ചിൽ, നീളം ഉണ്ടായതുകൊണ്ട് ഞാൻ ബാക്ക് ബെഞ്ചിലായിരിക്കുന്നത്. അപ്പം ഞാൻ ഫ്രണ്ടിലോട്ടൊന്ന് പോയിരുന്നു, കൂട്ടുകാരായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിലോട്ട്, സാറിൻ്റെ ഒരു സ്വഭാവം വെച്ച് സാർ അടിക്കുമെന്ന് ഉറപ്പാണ്. അതപ്പം സാർ എണ്ണീറ്റപ്പോഴത്തേക്ക് ഞാൻ ബാക്കിലോട്ട് പോയി. അപ്പോൾ സാറിനെ ഡസ്റ്റർ എടുത്തെറിഞ്ഞു. ഡസ്റ്റർ അപ്പം എൻ്റെ ദേഹത്ത് കെട്ടിയിട്ട്, എൻ്റെ മുഖത്ത് കെട്ടിയിട്ട് ഡസ്റ്റർ താഴെ വീണു. ഞാൻ ഈ ഡസ്റ്റർ എടുത്ത് ഇങ്ങനെ സാറിന് അടുത്ത് പോയ സാറിനെ അടിക്കും ഇന്നെനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഈ ഡസ്റ്റർ എടുത്ത് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ദേഹത്ത് അതൊന്ന് കൊണ്ടത്. അവന് പരാതിയൊന്നുമില്ല. പക്ഷേ സാറിത് കണ്ട ഉടനെ സാറിനെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഫസ്റ്റ് ഇടി എൻ്റെ ഇടത്തെ കവിളിൽ ഇടിച്ചു. അപ്പം തന്നെ ഞാനൊരുമാതിരി പകുതി ചത്ത പോലെയായി. പിന്നെ എന്നെ ഇങ്ങനെ തള്ളി, ഫ്രണ്ടിനെ ഇങ്ങനെ പിടിച്ച് തള്ളിയപ്പം ഞാൻ നേരെ ഭിത്തി പോയി ഇടിച്ച്. എൻ്റെ തലയുടെ ബാക്ക് ഭാഗം നല്ല വേദന ഉണ്ടായിട്ട് ഭിത്തി പോയി ഇടിച്ച്. അവിടെ വെച്ച് എൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു. ഈ ഒരു ഭാഗത്ത് കൊങ്ങയ്ക്ക് കയറി പിടിച്ച് ഇങ്ങനെ അമർത്തി പിടിച്ച് അവിടെ ഇട്ടിടിച്ച് എന്നെ ശാരീരികമായിട്ട് നല്ലോണം ഉപദ്രവിച്ചു. അപ്പം എൻ്റെ ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്, നല്ലോണം ഉപദ്രവിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറ് ചീത്ത വിളിച്ചു. അങ്ങനെ ചീത്ത വിളിച്ചിട്ട് സാർ അവിടെ പോയി പേപ്പർ നോക്കാനിരുന്നു. ബെല്ലടിച്ചപ്പോൾ ഇറങ്ങിപ്പോയി. വീട്ടിലെത്തിയ വിദ്യാർത്ഥിയുടെ കവിള് വീങ്ങിയിരിക്കുന്നത് കണ്ട രക്ഷിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനത്തിന്റെ കാര്യം പുറത്തറിയുന്നത്. തുടർന്ന് രക്ഷിതാവ് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പുത്തൂർ പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അധ്യാപകനെതിരെ കേസെടുത്തു. ക്ലാസ് എല്ലാം കഴിഞ്ഞ് എനിക്ക് NCC ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം ഞാനൊരു പ്രശ്നം സ്കൂളിൽ ആരോടും ഞാൻ പറഞ്ഞില്ലായിരുന്നു. കാരണം പഠിപ്പിക്കുന്നൊരു സാറുമായിട്ടൊരു പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ ഒന്നും പറഞ്ഞില്ല. അപ്പം മുഖം ഇടിയുണ്ട്, ഇടത്തെ കവിള് നല്ലോണം വീങ്ങിയിരിക്കുമായിരുന്നു. അച്ഛൻ ചോദിച്ച് എന്തോ പ്രശ്നം എന്ന് ചോദിച്ച്, ഇതെന്തോ പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞപ്പം അച്ഛൻ ഇതുകൊണ്ട് കേസ് കൊടുത്തു. പിന്നെ തല ബാക്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ പോകാൻ തീരുമാനിച്ചു. പിന്നെ അച്ഛൻ വെളിയിലോട്ട് ഇറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ വെളിയിലോട്ട് ഇറങ്ങി. അപ്പം സാറ് വീട്ടിൽ വന്നായിരുന്നു. സാറ് വീട്ടിൽ വന്നിട്ട് ഒരു ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് പറ്റിപ്പോയതാ, എന്നോട് സോറി പറഞ്ഞു. അങ്ങനെ ഒരു വല്ലാത്തൊരു നിമിഷത്തിൽ പറ്റിപ്പോയതാണ്, സോറി പറഞ്ഞു. അപ്പം ഇതായിരുന്നു അന്നത്തെ ദിവസം നടന്നത്. പിന്നെ രാത്രി തലയുടെ ബാക്കിൽ നല്ല വേദന ഉണ്ടായതുകൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ CT എടുക്കാൻ പറഞ്ഞു. ഇതിനു മുമ്പും ഈ അധ്യാപകൻ നിരവധി വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവ ദിവസം വൈകിട്ട് വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ അധ്യാപകൻ തനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നപ്പോൾ ചെയ്തു പോയതാണെന്നും തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതായും രക്ഷിതാക്കൾ പറയുന്നു. നിലവിൽ അധ്യാപകൻ ഒളിവിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അധ്യാപകനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.